എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് 1800 മുതൽ 1810 വരെയുള്ള ഇന്ത്യയെക്കുറിച്ച് ആണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ തിരുവിതാംകൂറിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ 1800 മുതൽ 1810 വരെ കേരളത്തിലെ തിരുവിതാംകൂറിലെ ഭരണാധികാരി മഹാരാജ ബാലരാമവർമ്മയായിരുന്നു. അന്നത്തെ ദിവാൻ വേലുത്തമ്പി ദളവയായിരുന്നു. യഥാർത്ഥത്തിൽ ഹീറോ ആയി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വേലുത്തമ്പി ദളവയാണെന്ന് പറയാം. അദ്ദേഹം ജനിച്ചത് ഏകദേശം 1765 കാലഘട്ടത്തിലാണ്. നാഗർകോവിലിനടുത്തുള്ള തളയക്കുളത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം സർക്കാർ സർവീസ് ചെയ്യുന്ന ക്ലർക്കായിട്ടാണ്. പിന്നീട് അദ്ദേഹം മാവേലിക്കരയിലെ തഹസിൽദാറായി ഉയർന്നു. അതിനുശേഷം അദ്ദേഹം 1802 തിരുവിതാംകൂർ ദിവാനായി മാറുന്നത്. അദ്ദേഹത്തെ ദിവാനാക്കിയതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും അതുപോലെ കർശനമായ അച്ചടക്കവും അതുപോലെ കാര്യക്ഷമതയൊക്കെയാണ്. അദ്ദേഹം തിരുവിതാംകൂർ ഭരണാധികാരി ദിവാനായി വരുന്ന സമയത്ത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. അതിൽ തിരുവിതാംകൂറും അംഗമാകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിന് ഒരു വലിയ സംഖ്യ വാർഷിക പേയ്മെൻറ്റായി ബ്രിട്ടീഷുകാർ കൊടുക്കേണ്ടി വന്നു. അത് 1-2 ബറ്റാലിയൻ സൈന്യത്തെ അവിടെ നിലനിർത്തണം, അതിനുള്ള ചിലവാണ്. പിന്നീട് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊട്ടാരത്തിൽ പാർപ്പിക്കണം. ഇതൊക്കെയാണ് തിരുവിതാംകൂർ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ആകുമ്പോൾ തിരുവിതാംകൂറിനെ അവർ കാവൽക്കാരായി നിൽക്കും ബ്രിട്ടീഷുകാർ. ഇതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലെ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരുന്നു. കാരണം അവരുടെ അന്നത്തെ വരുമാനം എന്ന് പറയുന്നത് 40-45 ലക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഏകദേശം പകുതിയോളം തന്നെ അവർക്ക് കൊടുക്കേണ്ടി വന്നു വാർഷിക സംഖ്യയായിട്ട്. ഒരു കാര്യവും തിരുവിതാംകൂറിലെ ഇത് നടത്താൻ അവർക്ക് സാധിച്ചില്ല. കാരണം അത്രയും മാത്രം സാമ്പത്തിക പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടി വന്നു. ക്രമേണ വേലുത്തമ്പി ദളവയ്ക്ക് മനസ്സിലായി ഇത് ഒരു സാമ്പത്തിക ചൂഷണം മാത്രമല്ല, മറിച്ച് ഇതൊരു രാജ്യത്തിൻ്റെ പരമാധികാരം നഷ്ടപ്പെടുത്തുന്ന രീതി കൂടിയാണെന്ന് മനസ്സിലായി. അതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധം അദ്ദേഹം പ്രകടിപ്പിക്കുകയും കൊച്ചി ദിവാനായിരുന്ന പാലിയത്തച്ഛനുമായി ചേർന്നുകൊണ്ട് സംയുക്തമായി ഒരു സായുധ പോരാട്ടം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായി ഉയർത്തുകയും ചെയ്തു. അദ്ദേഹം 1809 കുണ്ടറ പ്രൊക്ലമേഷൻ വിളംബരം നടത്തിയത്. അതിൽ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം എന്നാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നവർ അടങ്ങിയിരിക്കരുത്, ബ്രിട്ടീഷുകാർക്കെതിരായി ശക്തമായി പോരാടണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത് അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർക്ക് വളരെ പെട്ടെന്ന് സാധിച്ചു. യഥാർത്ഥത്തിൽ ആദ്യകാലത്ത് ചില വിജയങ്ങൾ വേലുത്തമ്പിക്ക് നേടാൻ സാധിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം 1809 മണ്ണടിയിലെ ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുകയും അവിടെ വെച്ച് അദ്ദേഹം വാൾ ശരീരത്തിൽ കുത്തിയിറക്കി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. തീർച്ചയായും 1857 മുമ്പുണ്ടായിരുന്ന ആദ്യത്തെ സംഘടിതമായ ബ്രിട്ടീഷ് വിരുദ്ധ കലാപമായിരുന്നു ഇതെന്ന് പറയാം. പക്ഷേ രാജാവിൻ്റെ സഹായവും സഹകരണവും വേലുത്തമ്പിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം.